ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് പ്രോൺസ് ബിരിയാണി റെസിപ്പിയാണ്. ബിരിയാണി ഇഷ്ടമില്ലാത്തവരായി ആരും കാണില്ല. ബിരിയാണികളിൽ വെച്ച് നമുക്ക് പെർഫെക്റ്റായി ഉണ്ടാക്കാൻ പറ്റുന്നതാണ് പ്രോൺസ് ബിരിയാണി. പ്രോൺസ് ആവുമ്പോൾ പൊടിഞ്ഞൊന്നും പോവാതെ നമുക്ക് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫിഷൊക്കെ ആവുമ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു 15 മിനിറ്റിൽ ഈ പ്രോൺസ് ബിരിയാണി കുക്കറിൽ ചെയ്തെടുക്കാൻ പറ്റും. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഈ റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ മറക്കാതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി റെസിപ്പിയിലേക്ക് പോകാം. 1 കപ്പ് കൈമ റൈസ് എടുത്തിട്ടുണ്ട്. നല്ലപോലെ കഴുകിയ ശേഷം വെള്ളം ഊറ്റി വെക്കാം. ക്ലീൻ ചെയ്ത ശേഷം 300 ഗ്രാം ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കാം. ബിരിയാണിയിലേക്ക് വലിയ പ്രോൺസ് എടുക്കുന്നതാണ് നല്ലത്. 10-15 മിനിറ്റ് അടച്ച് മാറ്റി വെച്ച ശേഷം ഫ്രൈ ചെയ്യാം. ബിരിയാണിയിലേക്ക് ആവശ്യമായ 2 വലിയ സവോള നീളത്തിലരിഞ്ഞത്, 3 പച്ചമുളക് വളരെ ചെറുതായി അരിഞ്ഞത്, തക്കാളി ചെറുതായി അരിഞ്ഞത്, പച്ചമുളക് ചതച്ചെടുത്താലും മതി. കൂടാതെ 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചി, 10 അല്ലി വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട്. റൈസ് ഉണ്ടാക്കാനായിട്ട് സ്റ്റൗ കത്തിച്ച് കുക്കർ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ്, 1 കഷ്ണം പട്ട, 3 ഗ്രാമ്പു, 2 ഏലക്ക, കുറച്ച് സവോള. മുറിച്ച് വെച്ചതിൽ നിന്നും കുറച്ച് സവോള എടുത്താൽ മതി. സവോള ആവശ്യത്തിന് കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് അരി ചേർക്കാം. 1 കപ്പ് അരിയാണ് കഴുകി ഊറ്റിയെടുത്ത് വെച്ചത്. 2 മിനിറ്റ് സമയം ഹൈ ഫ്ലെയിമിൽ വെച്ച് അരി ഒന്ന് വറുത്തെടുക്കാം. ഒരു കപ്പ് കൈമ റൈസാണ് എടുത്തത്. ഇതിലേക്ക് 1.5 കപ്പ് ചൂടുവെള്ളം ഒഴിക്കാം. ഉപ്പ് ആവശ്യത്തിന് 1 ടീസ്പൂൺ ചേർത്ത ശേഷം ഇളക്കി നോക്കി ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടി ചേർക്കാം. കുക്കർ അടച്ച് മീഡിയം ഫ്ലെയിമിൽ 1 സ്റ്റീം വരുന്നത് വരെ കുക്ക് ചെയ്യാം. ഈ സമയം പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് പ്രോൺസ് ഫ്രൈ ചെയ്യാം. ഇത് അധികം കുക്കാവണ്ട. ഒരു സൈഡ് ആയാൽ തിരിച്ചിട്ട് മറുഭാഗം കൂടി 2 മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കാം. പ്രോൺസ് കൂടുതൽ സമയം കുക്ക് ചെയ്താൽ സോഫ്റ്റ് ആയി കിട്ടില്ല. പ്രോൺസ് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാനായി ഫ്രൈ ചെയ്ത അതേ എണ്ണയിലേക്ക് സവാള ഇട്ട് വഴറ്റാം. 2 വലിയ സവാളയാണ് എടുത്തത്. അതിൽ നിന്ന് കുറച്ച് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരുന്നു. സവാള വഴന്ന് ട്രാൻസ്പാരൻ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചേർക്കാം. പച്ചമുളക് ചേർക്കാം. അല്പസമയം കൂടി ഇളക്കി വഴറ്റാം. ചെറുതായി അരിഞ്ഞ 3 ടേബിൾ സ്പൂൺ മല്ലിയിലയും 3 ടേബിൾ സ്പൂൺ പുതിന ഇലയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി കൂടി ചേർത്ത് വഴറ്റാം. ഒരു വലിയ തക്കാളി ചെറുതായി അരിഞ്ഞതാണ്. തക്കാളിയും നല്ലപോലെ കുക്കായിട്ടുണ്ട്. ഫ്രൈഡ് പ്രോൺസ് ചേർത്ത് മിക്സ് ചെയ്യാം. മസാലയിലേക്ക് ഉപ്പ് കുറവാണെങ്കിൽ നോക്കി ചേർക്കാം. വേണമെങ്കിൽ 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർക്കാം. പ്രോൺസ് മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ചോറ് തുറന്ന് നോക്കാം. സ്റ്റീം മുഴുവനും പോയ ശേഷം വേണം കുക്കർ തുറന്ന് നോക്കാൻ. റൈസ് പാകത്തിന് കുക്കായിട്ടുണ്ട്. ഇതിന് പകുതി ചോറ് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ബാക്കി ചോറിൻ്റെ മുകളിലേക്ക് ചെമ്മീൻ മസാല നിരത്തി ഇട്ട് കൊടുക്കാം. മല്ലിയില പുതിനയില ചേർക്കാം. മാറ്റി വെച്ചേക്കുന്ന ചോറ് ഇതിൻ്റെ മുകളിലേക്ക് ഇടാം. ചോറും മസാലയും നല്ല ചൂടുണ്ട്. അതുകൊണ്ട് കുറച്ച് സമയം ആവി കയറ്റി എടുത്താൽ മതി. അല്പം കൂടി മല്ലിയില ചേർക്കാം. അടച്ചു വെച്ച് ചെറിയ തീയിൽ കുറച്ച് സമയം ദം ചെയ്യാം. കുക്കിംഗ് പഠിച്ചു വരുന്ന കുട്ടികൾക്ക് പോലും ഈ ബിരിയാണി എളുപ്പത്തിൽ ചെയ്തെടുക്കാം. അടിപൊളി പ്രോൺസ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ബിരിയാണി നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ചെയ്യണം. താങ്ക്